എല്ലാവർക്കും നമസ്കാരം. ബാങ്ക് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ജനറൽ ക്വസ്റ്റ്യൻസ് ഒരു പോർഷൻ വരുന്നുണ്ടാവും, ഒരു പാർട്ടായിട്ട്. അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. 100 ക്വസ്റ്റ്യൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ 15 ക്വസ്റ്റ്യൻ, അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും പോകുന്നത്. അതുകൊണ്ടാണ് 15 ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വരുന്ന സീരീസിൽ 100 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The headquarters of National Stock Exchange of India is located at dash. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും, നിങ്ങൾക്ക് അറിയാം ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ ഓപ്ഷൻസ് മുംബൈ, കൽക്കട്ട, ഗുജറാത്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ? മുംബൈ. ഓക്കെ, അപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, NSE, ഷോർട്ട് നെയിം NSE എന്ന് പറയും. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഹെഡ് ഓഫീസായിട്ട് എവിടെയാണ് പ്രവർത്തിക്കണം ചോദിച്ചാൽ നമുക്ക് എവിടെ നിന്ന് പറയാൻ പറ്റും? മുംബൈ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സെൻസെക്സ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് സെക്യൂരിറ്റീസ്. അതായത് നമുക്കറിയാം 2 രീതിയിലാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നത്. സെൻസെക്സ് എന്നും നിഫ്റ്റി എന്നുമാണ് രണ്ടായിട്ടുള്ളത്, അല്ലെ? അപ്പോൾ എത്ര കമ്പനികൾ അടങ്ങിയതാണ് സെൻസെക്സ് എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ. സെൻസെക്സ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് സെക്യൂരിറ്റീസ്. എത്ര സ്റ്റോക്സ് ആണ് സെൻസെക്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അത് ഒന്നുമല്ല, ഓപ്ഷൻസ് പലത് കാണും. 30 കമ്പനികളാണ്, 30 കമ്പനീസ് ആണ് സെൻസെക്സ് സ്റ്റോക്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? മനസ്സിലാക്കുക. സെയിം ടൈം ഞാൻ ആ ക്വസ്റ്റ്യൻ ഇതിനകത്ത് കണ്ടില്ല. നിഫ്റ്റി ഞാൻ പറഞ്ഞിരുന്നു, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 2 രീതിയിലാണ് ഉള്ളത്. സെൻസെക്സ് എന്നും നിഫ്റ്റി എന്നും ഉണ്ടാവും. സെൻസെക്സിൽ ലാർജ് കമ്പനികളിൽ ഉൾപ്പെടുന്ന 30 കമ്പനീസ് ആണ് സെൻസെക്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. സെയിം ടൈം നിഫ്റ്റി ആണെങ്കിലോ 50 കമ്പനീസ് ആയിരിക്കും, 50 കമ്പനീസ് ആണ് അതിന് നിഫ്റ്റിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ? ഓക്കെ, ഫസ്റ്റ് നമ്മൾ NSEയുടെ ഹെഡ് ഓഫീസ് മുംബൈ ആണ്. ദെൻ സെൻസെക്സിനകത്ത് എത്ര സെക്യൂരിറ്റീസ് ആണ് ഉൾപ്പെട്ടിട്ടുണ്ടാവുക? സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്സ് ആണ്, ഷെയർസ് ആണ്, അല്ലെങ്കിൽ കമ്പനീസ് ആണ് കേട്ടോ. അപ്പോൾ എത്ര സെക്യൂരിറ്റീസ് ആണ് ഉൾപ്പെട്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റും? 30 കമ്പനീസ് ആണ്. ക്ലിയർ? ദെൻ തേർഡ് വൺ: ദ പ്രൊമോട്ടർ ഓഫ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ഈസ് ഡാഷ്. പ്രൊമോട്ടർ ഓഫ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ, NSEയെ പ്രൊമോട്ട് ചെയ്യുന്ന ആരൊക്കെയാണ് ഇന്ത്യക്കകത്ത് പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് നമുക്ക് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുക? കമ്പനികൾക്ക് മാത്രമേ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എങ്ങനെ? ഇവരുടെ ഷെയർ ലിസ്റ്റ് ചെയ്ത്, ലിസ്റ്റഡ് കമ്പനി ലിസ്റ്റ് ചെയ്യണമല്ലോ ഉറപ്പായിട്ടും. ആ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത് അതുവഴി മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ? സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി എല്ലാവർക്കും ഇലക്ട്രോണിക് രീതിയിൽ എന്ത് ചെയ്യാം? ഷെയർസ് വാങ്ങി വിൽക്കുകയും ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ദ പ്രൊമോട്ടർ ഓഫ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻസിനകത്ത് ഒത്തിരി കമ്പനികളുടെ പേര് വരുന്നുണ്ടാവും. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളായിരിക്കും. നമുക്കറിയാം സാമാന്യം ലീഡിംഗ് ആയിട്ട് പേരുകൾ കേട്ടിട്ടുള്ള. എക്സാമ്പിൾ HDFC ബാങ്ക്, ICICI ബാങ്ക്, കനറ ബാങ്ക്. ദെൻ നമുക്കിപ്പോ ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ ഇപ്പോൾ എന്തുവാ, പല മേഖല. സിമെന്റ് ആണെങ്കിൽ ഇപ്പൊ ഇന്ത്യ സിമെന്റിനകത്ത് വരുന്നുണ്ടാവും, അല്ലെ? ദെൻ നമുക്ക് വേറെ ഏത് മേഖല നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും? പ്രസ്റ്റീജ്, V-Guard, അല്ലെ? ഇതൊക്കെ കമ്പനികളാണ്. ഈ കമ്പനികളൊക്കെയാണ് ഉറപ്പായിട്ട് എന്ത് ചെയ്യുന്നത്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു 4-5 കമ്പനികളുടെ പേരും ഉണ്ടാവും, ഓൾ ദ എബോവ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് സാമാന്യം നമ്മൾ കേട്ടിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള കമ്പനികളുടെ പേരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ കമ്പനികളെല്ലാം അതിനകത്ത് പെടുന്നുണ്ടാവും. ഓൾ ദ എബോവ് ഓപ്റ്റ് ചെയ്യാം. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് വൺ: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ഇത് കഴിഞ്ഞ 2002-2005 ഇതിനകത്തുള്ള എക്സാംസിനകത്തൊക്കെ ഉണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻസ്. അതിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ആയിരിക്കും, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസെക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NYSE, അതായത് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അതാണ് കൊടുത്തിരിക്കുന്നത്. അത് മാറ്റി കൊടുത്തിരിക്കുക. സാധാരണ നമ്മൾ മനസ്സിലാക്കുക, NSE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയും, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസെക്സും ആണ്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? ഇതിനകത്ത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അകത്ത് ഹൈഫൺ സെൻസെക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം തിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നെക്സ്റ്റ് സെക്ഷനിൽ ഉറപ്പായിട്ടും ഏതൊക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പേര്
കറക്റ്റ് ഒരു സെക്ഷൻ എടുത്തേക്കാം. നമ്മൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ കയറി കണ്ടാൽ മതിയാവും. ക്ലിയർ? അപ്പോൾ ഇതിനകത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതിന്റെ ഹൈഫൺ സെൻസെക്സ് കൊടുത്തിട്ടുണ്ട്, അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കാണത്തില്ല, വേറെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടാവും. നിഫ്റ്റി, NSE കൊടുത്തിട്ടുണ്ടാവും, ഹൈഫൺ നിഫ്റ്റി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ, ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, the expressions bulls and bears are related to which of the following? expression bulls and bears എന്ന് വെച്ചാൽ എന്തുവാ? സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്ത് നമ്മൾ സാധാരണ സംസാരിക്കുന്ന വാക്കാണ്. ഓക്കെ, ബുൾ മാർക്കറ്റ്, ബെയർ മാർക്കറ്റ്. ഓക്കെ, ബുള്ളിഷ് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം നല്ല അപ്സൈഡ് കാണിക്കുന്ന പറഞ്ഞത്. അന്ന് സെൻസെക്സ് പ്ലസിലായിരിക്കും ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ ബുള്ളിഷ് ട്രെൻഡും ബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവം? താഴോട്ട് വരിക. ഓക്കെ, അപ്പോ ഈ രണ്ട് എക്സ്പ്രഷൻസ് ബുൾസ് ആൻഡ് ബേഴ്സ് ആർ റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് കാണിക്കുന്നത്? ബുള്ളിഷ് മാർക്കറ്റും ബേറിഷ് മാർക്കറ്റും കാണിക്കുന്നത് ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, അതെന്താ? സ്റ്റോക്ക് എക്സ്ചേഞ്ച് തന്നെയാണ്, സ്റ്റോക്ക് മാർക്കറ്റ് തന്നെയാണ്. അത് ഇതിനകത്ത് ഓപ്ഷൻസിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വരുന്നുണ്ടാവും, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, കറൻസി മാർക്കറ്റ്, ഇങ്ങനെയൊക്കെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ ഈ ബുൾ ആൻഡ് ബെയർ വരുന്നത് ഉറപ്പായിട്ടും ഏതിലായിരിക്കും? സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. ഷെയർ ട്രേഡിംഗിൽ മാത്രമായിരിക്കും ഈ ഒരു പേര് ഈ ഒരു എക്സ്പ്രഷൻസ് നമ്മൾ കൊടുക്കാറുള്ളത്. ക്ലിയർ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർഡ് ബുൾസ് ആൻഡ് ബെയർസ് ആർ അസോസിയേറ്റഡ് വിത്ത് വിച്ച് ബ്രാഞ്ച് ഓഫ് കമേഴ്ഷ്യൽ ആക്ടിവിറ്റി? ഓക്കെ, അപ്പോൾ സെയിം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു എക്സ്പ്രഷൻസ് ഏതിന് കൊടുക്കണമെന്ന് ചോദിച്ചാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെന്ന് കാണിച്ചു. അതോടൊപ്പം വേർഡ്സ് ബുൾസ് ആൻഡ് ബിയേഴ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് വിച്ച് ബ്രാഞ്ച് ഓഫ് കമേഴ്ഷ്യൽ ആക്ടിവിറ്റി? ഏത് കമേഴ്ഷ്യൽ വാണിജ്യപരമായിട്ടുള്ള ഏത് ആക്ടിവിറ്റിക്കാണ് ഈ ഒരു വേർഡ് ഉപയോഗിക്കുന്നത്, ബുൾസ് ആൻഡ് ബിയേഴ്സ് എന്ന് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ. അതിനകത്ത് കുറച്ച് കാര്യം കാണിച്ചിട്ടുണ്ട്. ഫോറക്സ് ട്രേഡ്, ബാങ്കിങ്, മാനുഫാക്ചറിങ്, ഷെയർ മാർക്കറ്റ്. നമുക്കറിയാം ഷെയർ മാർക്കറ്റ് ആണ്. ആ വേർഡ് ഉപയോഗിക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഷെയർ മാർക്കറ്റൊക്കെ ഏകദേശം ഒന്നാണ്. ക്ലിയർ? ഏകദേശം ഒന്നല്ല, ഷെയർ മാർക്കറ്റ് തന്നെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ക്ലിയർ? അപ്പോൾ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്പെക്കുലേറ്റർ ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്? സ്പെക്കുലേറ്റേഴ്സ്, നോട്ട് എ സ്പെക്കുലേറ്റർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്പെക്കുലേറ്റർ ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്? സ്പെക്കുലേറ്റേഴ്സ് അല്ലാത്ത ആൾക്കാർ എന്ന് വെച്ചാൽ സപ്പോസ് ഇപ്പം ബൾക്കായിട്ട് വാങ്ങുന്നു, ബൾക്കായിട്ട് വിൽക്കുന്നു, അവർ സ്പെക്കുലേറ്റേഴ്സ് ആണ്, അല്ലെ? ട്രേഡേഴ്സ് ആണ്. ട്രേഡേഴ്സിന് നമുക്ക് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയാൻ സാധിക്കും. സെയിം ടൈം ഇതിനകത്ത് ഒത്തിരി ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ബയർ, സെല്ലർ, ബ്രോക്കർ, ഏജന്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്ത് ഓതറൈസ് ചെയ്തിട്ടുള്ളത്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓതറൈസ് ചെയ്തിട്ടുള്ളത് ബ്രോക്കർ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട്. അതുകൊണ്ടാണ് ഏജന്റിനെ നമ്മൾ എന്ത് ചെയ്യാത്തത്, ആൻസറിനകത്ത് ഉൾപ്പെടുത്താത്തത്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സ്പെക്കുലേറ്റർ ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് ചോദിച്ചു നമുക്ക് ആരെന്ന് പറയാൻ പറ്റും? ബ്രോക്കേഴ്സ് ആണ്. ബ്രോക്കിംഗ് കമ്പനീസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒത്തിരി ബ്രോക്കേഴ്സ് ഉണ്ട്. സ്റ്റോക്ക് ഷെയർസ് വാങ്ങാനും വിൽക്കാനും സഹായിക്കുന്ന ഏജൻസി ആയിട്ട്. ഈ ബ്രോക്കേഴ്സ് വഴി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഷെയർസ് വാങ്ങാനും വിൽക്കാനും സാധിക്കുകയുള്ളൂ. ഒരു ബ്രോക്കറിന്റെ DP അക്കൗണ്ട്, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് ഷെയർസ് വാങ്ങാനും വിൽക്കാനും സാധിക്കത്തുള്ളൂ. ഓക്കെ, അവരെയാണ് ബ്രോക്കർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, നമുക്കിപ്പോ കുറെ ആൾക്കാരുണ്ട്. നമുക്കിപ്പോ എന്താ പറയുക, ഉദാഹരണം പ്രഭുദാസ് ലീലാധർ, PL ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ഉണ്ട്, ഇന്ത്യ ഇൻഫോലൈൻ, ദെൻ കോട്ടക് സെക്യൂരിറ്റീസ്, HDFC സെക്യൂരിറ്റീസ്, ദെൻ ICICI സെക്യൂരിറ്റീസ്. അങ്ങനെ ഒത്തിരി ബ്രോക്കേഴ്സ് ഉണ്ട്. ഇവരെല്ലാം ബ്രോക്കേഴ്സ് ആണ്. ഇവർ വഴി മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, നമുക്ക് സ്റ്റോക്സ് വാങ്ങാൻ പറ്റില്ല. അപ്പൊ ഇവരെ നമുക്ക് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾക്കായിട്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെ നമുക്ക് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയാൻ സാധിക്കും. ക്ലിയർ? ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇൻസൈഡർ ട്രേഡിംഗ് ഈസ് റിലേറ്റഡ് ടു ഡാഷ്. ഇൻസൈഡർ ട്രേഡിംഗ് ഈസ് റിലേറ്റഡ് ടു ഡാഷ്. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ചിനകത്ത് തന്നെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ നിന്ന് കുറെ കമ്പനികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചു, ഏത് മാർക്കറ്റിൽ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മാർക്കറ്റിലാണ്? ഷെയർ മാർക്കറ്റിലാണ്. ക്ലിയർ?
Insider trading is related to dash share market. Okay. Then അത് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ പ്രോഡക്റ്റ് ഷെയർസ് മാത്രമല്ല നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത്. പല കമ്പനികളുടെ ഷെയർസ് നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും, വാങ്ങാനും വിൽക്കാനും ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ വേറെ എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷെയർ മാർക്കറ്റ് അല്ലാതെ വേറെ ഒരിടത്തും നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. യെസ്, ഓക്കെ. ദെൻ ക്യാപിറ്റൽ മാർക്കറ്റ് മീൻസ് ഡാഷ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്തുവാ? ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടി മൂലധനമായിട്ട് മൂലധനം സ്വരൂപിക്കാനായിട്ട് അല്ലെ ക്യാപിറ്റൽ മാർക്കറ്റ് ഒരു ക്യാപിറ്റൽ കളക്ട് ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു? ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. ഈ ഷെയർ മാർക്കറ്റിൽ പോകുന്നു, കസ്റ്റമേഴ്സ് ഈ സാധനത്തിനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. അതുവഴി ഈ കമ്പനിക്ക് ഒത്തിരി ക്യാപിറ്റൽ എമൗണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ശേഖരിക്കാൻ വേണ്ടി സാധിക്കും, ഇവരുടെ ഷെയർ വാങ്ങുന്നതിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ചോദിക്കണേ ക്യാപിറ്റൽ മാർക്കറ്റ് മീൻസ് എന്താണ്? ഷെയർ മാർക്കറ്റ് ആണ്. ഓക്കെ, ക്യാപിറ്റൽ മാർക്കറ്റ് നമുക്ക് ഷെയർ മാർക്കറ്റിൽ കൂടെ വഴി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ? ഈ ക്യാപിറ്റൽ മാർക്കറ്റ് നമുക്ക് ജനങ്ങളിലോട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ, അല്ലാതെ ഒരു ഓപ്ഷനും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ബ്രോക്കർ ഉണ്ടാവണം, ബ്രോക്കർ എന്നൊരു DP അക്കൗണ്ട് കസ്റ്റമർ എടുത്തിട്ടുണ്ടാവണം, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ? ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്ത് അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കമ്പനികളുടെ ഷെയർസ് വാങ്ങാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടാവണം. സെയിം ടൈം ക്യാപിറ്റൽ മാർക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് എവിടെ നിന്ന് മേടിക്കാൻ വേണ്ടി പറ്റും? ഷെയർ മാർക്കറ്റ് വഴിയേ നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ക്യാപിറ്റൽ മാർക്കറ്റ് അർത്ഥമാക്കുന്നത് ഷെയർ മാർക്കറ്റ് തന്നെയാണ്. ക്ലിയർ? യെസ്. ദെൻ പ്രോവിഡന്റ് ഫണ്ട് ഇൻ ഇന്ത്യ ഈസ് ഡാഷ് കൈൻഡ് ഓഫ് സേവിങ്സ്. ഓക്കെ, പ്രോവിഡന്റ് ഫണ്ട് എല്ലാ എംപ്ലോയീസിനും എന്ത് ചെയ്യുന്നുണ്ടാവും? PF ഉണ്ടാവും അല്ലേ? ഇത് നമുക്കറിയാം, നോർമലി PF ഒരു 25,000-30,000 റുപ്പീസ് സാലറി വാങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ഒരു വിഹിതം, സപ്പോസ് നമുക്കൊരു ഉദാഹരണം, ഒരു 1,500 റുപ്പീസ് നമ്മളെ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് കമ്പനി PF അക്കൗണ്ടിലോട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമ്പനി എന്ത് ചെയ്യുന്നുണ്ടാവും? ആ ഒരു വിഹിതം ആ ഒരു സ്റ്റാഫിലേക്ക് വേണ്ടി പ്രോവിഡന്റ് ഫണ്ടായിട്ട് അവർ അടയ്ക്കുന്നുണ്ടാവും. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് ഇതൊരു കൈൻഡ് ഓഫ് സേവിങ്സ് ആണ്. ആ എംപ്ലോയിക്ക് കിട്ടുന്നത് തന്നെയായിരിക്കും. ഇപ്പൊ ഏകദേശം ബേസിക് സാലറി നോക്കുകയാണെങ്കിൽ ഇപ്പൊ മിക്കവരും 15,000 രൂപ പറയുന്നുണ്ടെങ്കിൽ ഈ 15,000 റുപ്പീസിൽ PF-ഉം ESI-യും പോയി കഴിഞ്ഞാൽ ആ എംപ്ലോയിക്ക് ഇൻ ഹാൻഡ് കിട്ടുന്നത് ഏകദേശം ഒരു 12,500 റുപ്പീസ് ആ റേഞ്ചൊക്കെ ആയിരിക്കാം. 12,500 ഈ റേഞ്ചിനകത്തായിരിക്കും ഒരു സ്റ്റാഫിന് കിട്ടുന്നത്. അപ്പോ മിക്കവരും ചിന്തിക്കും, അയ്യോ എനിക്ക് ഇത്രയല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കും. പക്ഷെ ബാക്കി ഒരു പോർഷൻ ഉണ്ട്, അതൊരു സേവിങ്സ് ആയിട്ടാണ് നമുക്ക് ആഡ് ആയിട്ടുണ്ടാവുക. അതിനെ പറയുന്നത് പ്രോവിഡന്റ് ഫണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനി ടൈം എന്ത് ചെയ്യാം? എംപ്ലോയിക്ക് ഈ PF അക്കൗണ്ടിൽ നിന്ന് അവരുടെ PF എമൗണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. PF നോർമലി ഒരു പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് റേറ്റിലായിരിക്കും PF എമൗണ്ട് കിടപ്പുണ്ടാവുക. ആ എമൗണ്ട് വെറുതെ ആവത്തില്ല, വിഡ്രോ ചെയ്യുന്ന സമയത്ത് ആ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് ആയിരിക്കും സ്റ്റാഫിന് കിട്ടുന്നത്. ക്ലിയർ? അത് ഏത് ടൈപ്പ് ഓഫ് സേവിങ്സ് പെടുന്നു എന്നുള്ളതാണ് കോൺട്രാക്ച്വൽ സേവിങ്സ്. ഓക്കെ, കോൺട്രാക്ച്വൽ സേവിങ്സ്. യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് മനസ്സിലാവുന്നു. അഥവാ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ കമന്റ് രൂപത്തിൽ കാണിക്കണം. ഉറപ്പായിട്ടും അതിനുള്ള വ്യക്തമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. വാട്സാപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്താലും മതിയാവും. ജസ്റ്റ് ഒരു വോയിസ് ആയിട്ട് നിങ്ങൾക്ക് അതിനുള്ള ആൻസർ വേണമെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ നിങ്ങളുടെ പരീക്ഷ സമയത്ത് എന്ത് ക്ലാരിറ്റി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഈ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷയുടെ എന്ത് ഡൗട്ട്സ് നിങ്ങൾക്ക് നമ്മളുമായിട്ട് സമീപിക്കാം. അതിന് വ്യക്തമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് തരാൻ സാധിക്കും. യെസ്. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു ദ റെഗുലേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്പറേഷൻ ഈ NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ദെൻ നമ്മൾ വേറെ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ റെഗുലേറ്ററി അതോറിറ്റി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സെബിയാണ് ആരെ കൺട്രോൾ ചെയ്യുന്നത്? ഇതേമാതിരിയുള്ള നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെയുള്ള നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അവരെ എന്ത് ചെയ്യുന്നു? റെഗുലേറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്ന ബോഡി ആരും ചോദിച്ചാൽ സെബിയാണ്. ബാങ്കിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ആരാ? RBI ആണ് അല്ലെ? അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലെ നമ്മളെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യുന്ന ആരും ചോദിച്ചാൽ ആരാ? സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the Insurance Regulatory and Development Authority was set up in India. Insurance Regulatory. Okay.
ഇൻഷുറൻസിന് കൺട്രോൾ ചെയ്യുന്ന ആ റെഗുലേറ്ററി ബോഡിയെ സെറ്റപ്പ് ചെയ്ത വർഷം 2000 ഏപ്രിൽ 2000 എന്ത് ചെയ്തത്, ആ ഒരു റെഗുലേറ്ററി ബോഡി എന്ത് ചെയ്തത്, നമ്മളെ നിലവിൽ വന്നത്. ഓക്കെ, ഇൻഷുറൻസിന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് വന്നു ആര്, സെബി വന്നു. ദെൻ ഇൻഷുറൻസിന് ആര് വന്നു, IRDA ആണ് വന്നത്, IRDA. ഓക്കെ, അപ്പോൾ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി, അതാണ് ഫുൾ നെയിം, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി, IRDA. എന്നാണ് ഇത് ലോഞ്ച് ചെയ്തതെന്ന് വെച്ചാൽ, എന്നാണ് ഈ സംഘടന സെറ്റപ്പ് ചെയ്തത്, 2000 ഏപ്രിലാണ്, ഏപ്രിൽ 2000 ഈ ഒരു സംഘടന എന്ത് ചെയ്തത്, ഈ ഒരു ബോഡി നിലവിൽ വന്നത്. ക്ലിയർ. ദെൻ IRDA റെഗുലേറ്റ്സ്. IRDA ആരെയാണ് കൺട്രോൾ ചെയ്യണത്? വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വന്നതാ, IRDA ആരെ കൺട്രോൾ ചെയ്യുന്നു? വേറെ ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇൻഷുറൻസ് കമ്പനികളെ എല്ലാം ആര് കൺട്രോൾ ചെയ്യും? IRDA കൺട്രോൾ ചെയ്യും. അത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഇൻഷുറൻസ് വരും? വെഹിക്കിൾ ഇൻഷുറൻസ്, അതായത് ജനറൽ ഇൻഷുറൻസ്, ദെൻ ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്. ഓക്കെ, ഇതെല്ലാം ഇൻഷുറൻസ് 3 തരം കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ജനറൽ ഇൻഷുറൻസ്, വെഹിക്കിൾ ഇൻഷുറൻസ്, ദെൻ ലൈഫ് ഇൻഷുറൻസ്. ഈ 3 ഇൻഷുറൻസിനെയും ആരാണ് കൺട്രോൾ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ IRDA തന്നെയാണ്. ഓക്കെ, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. യെസ്. ദെൻ ദ ഗിൽറ്റ് എഡ്ജ് മാർക്കറ്റ് ഡീൽസ് ഇൻ ഡാഷ്. ഗിൽറ്റ് എഡ്ജ്, ഗിൽറ്റ് എന്ന് വെച്ചാൽ ഓരോ നമ്മൾ സപ്പോസ് ഇപ്പം ഇൻഷുറൻസ് കമ്പനിയിൽ പോയിട്ട് നമ്മൾ ഷെയർസ് അല്ലെങ്കിൽ ഒരു പുതിയൊരു ഫണ്ട് വന്നിട്ടുണ്ട്, നമ്മൾ ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനൊക്കെ പോവുകയാണെങ്കിൽ അവരിങ്ങനെ പറയുന്നുണ്ടാവും, ഈ ഒരു കമ്പനിയുടെ ഇൻഷുറൻസിന്റെ പ്രത്യേകത നമ്മൾ ഫുൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റീസിലാണ് എന്നിങ്ങനെ പറയാറുണ്ട്. അതിന് ആ ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റീസിനെ പറയുന്ന ഒരു വാക്കാണ് ദ ഗിൽറ്റ് എഡ്ജ് മാർക്കറ്റ്. ഗിൽറ്റ് സെക്ടറിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോർമലി നമുക്ക് എന്താ പറയാൻ പറ്റുക, ഗവൺമെന്റ് സെക്യൂരിറ്റീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഏകദേശം കമ്പാരിറ്റീവ്ലി 100% സെക്യൂർ ആയിട്ടുള്ള ഏരിയ ആണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്നാണ് സാധാരണ പറയാറ്. അധികം റിസ്ക് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഉണ്ടാവത്തില്ല. ക്ലിയർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 15 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വെറുതെ വായിച്ചു പോണതായിട്ടല്ല, കുറച്ചും കൂടെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. വരുന്ന ക്ലാസ്സുകളിൽ ഉറപ്പായിട്ടും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ ആഡ് ചെയ്ത് തന്നേക്കാം. വരുന്ന പരീക്ഷകൾക്ക് ഉറപ്പായിട്ടും ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. എഴുതുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമന്റ് രൂപത്തിൽ അയക്കുക. ഇത് പ്രയോജനമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ബാങ്ക് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടെ കൊടുക്കുക, അവർക്കും കുറച്ച് യൂസ്ഫുൾ ആയിക്കോട്ടെ. നമ്മൾ കുറച്ച് ഷോർട്സ് കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി സാധിക്കും. അതിൽ ഏതെങ്കിലും ഒരു സപ്പോസ് ഇപ്പൊ ഇൻഷുറൻസ് ആണെങ്കിൽ എത്ര ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ഉണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസ് കാണുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എനിവൈസ് ഓൾ ദി ബെസ്റ്റ്. നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.